മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോവളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉച്ചക്കടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കോവളം MLA M. വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയതാണോ? അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക വാഹനത്തിലല്ലേ പോകേണ്ടത്? എന്തുകൊണ്ട് പിണറായി വിജയന്റെ വിശ്വസ്തനായ ADGP ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച് RSS നേതാവിനെ കാണാൻ പോയി? അതിനുശേഷം കോവളത്തൊരു സ്വകാര്യ ഹോട്ടലിൽ RSSന്റെ നേതാവ് റാം മാധവനെ കാണാൻ പോയി. എന്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? പിണറായി വിജയന്റെ എന്ത് സന്ദേശം കൈമാറാനാണ് ഈ ADGP RSS നേതാക്കളെ മാറി മാറി കാണുന്നത്? എന്തുകൊണ്ടാണ് അതിനുശേഷം പൂരം കലക്കാൻ തീരുമാനിച്ചത്? പൂരം കലക്കിയത് പോലീസും ADGPയും കൂടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞതാണോ? അത് പറഞ്ഞത് BV അൻവർ പറഞ്ഞു. അത് ശരിവച്ചത് തൃശ്ശൂരിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ, VS സുനിൽകുമാറാണ്. ഒന്നാം പിണറായി സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന VS സുനിൽകുമാറാണ് പറഞ്ഞത് പൂരം കലക്കിയത്. കോണത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ UDF കോവളം ചെയർമാൻ പോളിയൂർ ദിവാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം വിൻസെന്റ് ഡി പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉച്ചക്കട സുരേഷ് അധ്യക്ഷത വഹിച്ചു. PCC സെക്രട്ടറി വിപിൻ ജോസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വെങ്ങാനൂർ ശ്രീകുമാർ, കോട്ടുകാൽ ഗോപി, മണ്ഡലം പ്രസിഡന്റുമാരായ ജിനുലാൽ, അഡ്വക്കേറ്റ് സതികുമാരി, വെള്ളാർ മധു, മുഗലൂർ മുള അനി, നന്നാകുഴി ബിനു, തിസിലിപുരം ജയകുമാർ, കല്ലിയൂർ വിജയൻ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശരത് കോട്ടുകാൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിജി ആനന്ദ് എന്നിവർ ധർണയിൽ പങ്കെടുത്തു. CTV ന്യൂസ്.